സുഗന്ധം പരത്തി പൂത്തുലഞ്ഞ് സെക്രട്ടേറിയറ്റ് അങ്കണത്തിലെ ജമന്തി കൃഷി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പുഷ്പകൃഷിയാണ് വിജയമായത്. ഒപ്പം കൃഷി ചെയ്ത പച്ചക്കറികളും നൂറുമേനിയോടെ വിളവെടുപ്പിന് തയ്യാറാണ്. ഒന്ന് കണ്ടുവരാം. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയിലൂടെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ 7 വർഷമായി പച്ചക്കറി കൃഷി നടത്താറുണ്ടെങ്കിലും ജമന്തി കൃഷി ഇതാദ്യം. കൃഷിവകുപ്പിന്റെയും സെക്രട്ടേറിയറ്റ് ഗാർഡൻ വകുപ്പ് ജീവനക്കാരുടെയും പ്രയത്നഫലമാണ് നൂറുമേനിയോടെ വിളഞ്ഞു നിൽക്കുന്ന ഈ പച്ചക്കറി ഉദ്യാനം. 13 പച്ചക്കറികൾ വിളവെടുപ്പിന് തയ്യാർ. കൃഷിവകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന പച്ചക്കറി വികസന പദ്ധതിയുടെ കീഴിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറിയുടെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നമ്മൾ ഈ പച്ചക്കറി തോട്ടം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സ്റ്റാഫിന് തന്നെയാണ് വില കുറച്ച് കൊടുക്കുന്നത്. പൈസ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 55 ദിവസം മുമ്പ് വിത്തുകൾ പാകി. കൃത്യമായ പരിപാലനം കൂടി ചേർന്നതോടെ സെക്രട്ടേറിയറ്റ് പൂത്തുലഞ്ഞു. പ്രതികൂലമായ കാലാവസ്ഥ, ഈ അതിച്ച മഴയായിരുന്നു. ഭയങ്കര മഴയും കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് ഇത്രയും വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കീടാക്രമണവും രോഗങ്ങളും ഒക്കെ കൂടുതലാണ്. പക്ഷേ എന്നാൽ പോലും ഇതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ പൂവിട് വരുന്ന സമയത്ത് തന്നെ ഫെറമോൺ ട്രാപ്പുകൾ, മഞ്ഞക്കെണി ഇട്ടിട്ടുണ്ട്, അല്ലാതെ തുളസിക്കണി, പിന്നെ രോഗങ്ങൾക്കെതിരായിട്ട് കുറച്ച് നമ്മൾ വേപ്പെണ്ണ ചേർന്നിട്ടുള്ള മരുന്നുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഇഷ്ടമായി മാറിയിരിക്കുകയാണ് ഈ ഉദ്യാനം. നമ്മളിവിടെ വന്ന് ജോലി ചെയ്യണതിനിടയിൽ കുറച്ച് നേരം ഈ വന്ന് ഫോട്ടോ എടുക്കാനും ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാണുമ്പോൾ മനസ്സിലൊരു കുളിർമ, അതെല്ലാം നിലനിർത്തണമെന്നാണ് ആഗ്രഹം. ഞങ്ങൾ ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഓണത്തിനൊരു മുറം നിറയെ നല്ല പച്ചക്കറി മാത്രമല്ല പൂവും കിട്ടും കേട്ടോ സെക്രട്ടേറിയറ്റിൽ വന്നാൽ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിടവേള കൂടി.